ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്യാരറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു നൈറ്റ് ക്രീമിൻ്റെ റെമഡിയാണ് കേട്ടോ. നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകളും അതുപോലെ മുഖക്കുരു വന്നിട്ടുണ്ടാകുന്ന തഴമ്പും കാര്യങ്ങളെല്ലാം പോയിട്ട് നമ്മുടെ മുഖം നല്ല ക്ലിയർ ആവാനായിട്ടും ഒരു 2-3 ഷെയ്ഡ്സ് നമ്മുടെ കളർ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ക്യാരറ്റിൻ്റെ നൈറ്റ് ക്രീമാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു നൈറ്റ് ക്രീം ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അത് ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ കാണുന്ന ചെറിയൊരു ക്യാരറ്റ്, ഒരൊറ്റ ക്യാരറ്റ് മതിയാകും. അത് നമ്മൾ നന്നായിട്ട് കഴുകി അതിൻ്റെ തോലൊക്കെ റിമൂവ് ആക്കുക. എന്നതിന് ശേഷം ഇതുപോലെ ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ട് ഏകദേശം ഞാനൊരു പകുതി ക്യാരറ്റ് എടുക്കുന്നുള്ളൂ, ഫുള്ളായിട്ട് എടുക്കുന്നില്ല. ഒരു പകുതി ക്യാരറ്റ് എടുത്തിട്ട് എത്രയോളം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് കയ്യിൽ വെച്ച് നന്നായിട്ട് സ്ക്യൂസ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിത് മിക്സി ബൗളിനകത്തിട്ട് അടിച്ച് പേസ്റ്റ് ആക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് മിക്സി ബൗളിനകത്ത് ഇടുകയാണെങ്കിൽ വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ നമ്മളിത് വെള്ളം ചേർക്കാതെ മാക്സിമം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് കൈ വെച്ച് സ്ക്യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. നമുക്ക് ഒരൊറ്റ ടേബിൾ സ്പൂൺ മാത്രം മതി ഒരു ക്യാരറ്റ് ജ്യൂസ്, കൂടുതലായിട്ട് ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു ക്യാരറ്റിനെ ഞാൻ ഇതുപോലെ കൈ വെച്ചിട്ട് സ്ക്യൂസ് ചെയ്തിട്ട് ഒറ്റ ടേബിൾ സ്പൂൺ ക്യാരറ്റ് ജ്യൂസാണ് ഇതിനകത്ത് നിന്ന് എടുത്തുകൊണ്ട് വരുന്നത്. ഇനി ഇതിനകത്തേക്ക് ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ കടുക്കാജെല്ലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. നമ്മൾ 1 ടീസ്പൂൺ ക്യാരറ്റ് ജ്യൂസിന് 1 ടീസ്പൂൺ കടുക്കാജെല്ല് ഈ ഒരു അളവിൽ വേണം നിങ്ങൾ ചേർക്കാനായിട്ട്. ഇനിയിപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ കടുക്കാജെല്ല് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ അലോവേറ ജെല്ല് അല്ലെങ്കിൽ കുക്കുംബർ ജെല്ല്, ഇതിൽ ഏതെങ്കിലും ഒരു ജെല്ല് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഡ്രൈ സ്കിൻ ആരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനകത്തേക്ക് ഓയിലും അതുപോലെ തന്നെ ഗ്ലിസറിനും ആഡ് ചെയ്യാൻ മറക്കരുത്. ഡ്രൈ സ്കിന്നുകാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇത് 2 കാര്യങ്ങൾ ചേർത്തതിന് ശേഷം വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, ഗ്ലിസറിൻ അലർജി ആണെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം, പക്ഷേ ഓയിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നിർബന്ധമായിട്ട് നിങ്ങൾ ഓയിൽ ചേർത്തേ മതിയാവും കേട്ടോ. നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഓയിൽ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ഓയിൽ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുക. കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഇതിനകത്തേക്ക് ഒരാളെ കൂടി ചേർക്കുന്നുണ്ട്. അത് വേറെ ആരുമില്ല, നമ്മുടെ പൊട്ടോട്ടോ സ്റ്റാർച്ചാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഫ്രീസറിനകത്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പൊട്ടോട്ടോ സ്റ്റാർച്ച് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 ഇയർ വരെ, 1 വർഷം വരെയൊക്കെ നമുക്കിത് കേടുകൂടാതെ അത് ഉപയോഗിക്കാൻ പറ്റും. പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 മന്ത് കേട്ടോ, അത്രയും നിൽക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു പൊട്ടോട്ടോ സ്റ്റാർച്ച് ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എടുത്തപ്പോൾ തന്നെ കണ്ടില്ല, ഒരു ബോട്ടിലിന് മീതിയായിട്ട് ആ ഒരു ഐസ് ക്യൂബ് പറ്റി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പൊട്ടോട്ടോ സ്റ്റാർച്ച് ഒരു 1/4 ടീസ്പൂണാണ് എടുക്കുന്നത്. അത്രയും തന്നെ മതിയാകും. ഒത്തിരി അങ്ങ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫേസ് ക്രീം നല്ല അങ്ങ് കട്ടിയായി പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെ നമുക്ക് ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതും കൂടി ചേർത്ത് നല്ല രീതിക്ക് അങ്ങ് മിക്സാക്കി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫേസ് ക്രീം റെഡി കേട്ടോ. നമുക്കിത് രാത്രി എല്ലാ ദിവസവും രാത്രി നമുക്കിത് ഉപയോഗിക്കാം, കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം. നമ്മളിതൊരു 1 വീക്കിന് അല്ലെങ്കിൽ ഒരു 5 ദിവസത്തേക്കുള്ളത് മാത്രം ഉണ്ടാക്കി വെക്കാൻ പാടുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ പുതിയതായിട്ട് ഉണ്ടാക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യേണ്ട ആ ഒരു ടൈമിംഗ് മാത്രമേ ഉള്ളൂ. പിന്നെ പൊട്ടറ്റോ സ്റ്റാർച്ച് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ പൊട്ടറ്റോ സ്റ്റാർച്ച് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഫേസ് ക്രീം ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാവുന്ന പിഗ്മെൻറ്റേഷനും കറുത്ത പാടുകളും മുഖക്കുരു വന്നു പോയിട്ടുണ്ടാവുന്ന പാടുകളെല്ലാം മാറി നമ്മുടെ ഫേസ് തന്നെ നല്ല രീതിക്ക് ലൈറ്റനായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും രാത്രി അപ്ലൈ ചെയ്യുക. രാത്രി ഇത് അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം പോയി കിടന്നുറങ്ങുക. പിറ്റേന്ന് രാവിലെ കഴുകിക്കളയാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് അത് വെച്ച് കിടക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ ഫേസിൽ ഇത് രാത്രി തന്നെ അപ്ലൈ ചെയ്തിട്ട് 1-2 മണിക്കൂർ നേരത്തേക്ക് അങ്ങ് വെറുതെ വിടുക കേട്ടോ, നമ്മൾ കിടക്കുന്നതിന് മുന്നായിട്ട്. എന്നതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒരു വാഷ് മാത്രം കൊടുത്താൽ മതി. സോപ്പോ കടലപ്പൊടിയോ ഒന്നും ഉപയോഗിക്കേണ്ട. ജസ്റ്റ് ഒരു ഫേസ് വാഷ് മാത്രം കൊടുത്തതിന് ശേഷം പോയി കിടന്നുറങ്ങുക. എന്നിട്ട് പിറ്റേന്ന് നമ്മൾ കഴുകുന്ന സാധാരണ എങ്ങനെയാണോ കഴുകിയിട്ട് വരുന്ന ആ രീതിക്ക് അങ്ങ് കഴുകിയിട്ട് വരാവുന്നതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസിലുണ്ടാകുന്ന ആ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പാച്ചസും എല്ലാം തന്നെ ക്ലിയർ ആക്കിയിട്ടും നിങ്ങളുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഗൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.